അടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നിപ്പോൾ ഫ്രഷ് ആയിട്ട് റേഷൻ കടയിൽ പോയിട്ട് ഓണക്കിറ്റ് വാങ്ങിക്കൊണ്ട് വന്നു. നമുക്കിതിൽ എന്തൊക്കെയാണെന്ന് തുറന്ന് നോക്കാം. കേരള സർക്കാരിൻ്റെ ഓണക്കിറ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാനായി പോകുന്നു. നമ്മുടെ തുണിസഞ്ചിയിലാണ്, എക്കോ ഫ്രണ്ട്ലി ആണ് കേട്ടോ. അപ്പോൾ തുണിസഞ്ചിയിലാണ് ഓണക്കിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ തുണിസഞ്ചി നമ്മൾ അൺബോക്സ് ചെയ്തു. നമുക്കിനി ഇതിൻ്റെ അകത്തെ കണ്ടൻസ് എന്താണെന്ന് നോക്കാം. ആദ്യമായി കശുവണ്ടിപ്പരിപ്പാണ് സർക്കാർ തന്നിരിക്കുന്നത്. ഇത് 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഏലക്കായുടെ എത്രയാണെന്ന് നോക്കട്ടെ. 20 ഗ്രാമിൻ്റെ ഏലക്കായുടെ ഒരു പാക്കറ്റ്. പിന്നെ നമ്മുടെ ശർക്കര വരട്ടി എത്രയാണ്? 100 ഗ്രാം പാക്കറ്റാണ്. മഞ്ഞൾപ്പൊടിയുടെ ഒരു 100 ഗ്രാമിൻ്റെ പാക്കറ്റ്. പരിപ്പാണ്. പരിപ്പിൽ എത്ര ഗ്രാമാണ് എന്ന് കൊടുത്തിട്ടില്ല. ഓക്കെ, എന്തായാലും പരിപ്പിൻ്റെ പാക്കറ്റാണ്. പിന്നെ ചെറുപയറും വെയിറ്റ് കൊടുത്തിട്ടില്ല. ചെറുപയറുണ്ട്. ഇനി അടുത്തതായി നെയ്യ്. ഇനി അടുത്ത് നമ്മുടെ ചില്ലി പൗഡർ, മുളക് പൊടിയും ഒരു 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അടുത്ത നമ്മുടെ അരിയും വെയിറ്റ് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ തേയില 100 ഗ്രാമിൻ്റെ ഒരു കവറ്. ശബരിയുടെ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, അത് 500 ml ആണ്. 500 ml ശബരിയുടെ വെളിച്ചെണ്ണ. പഞ്ചസാര 1 കിലോ പഞ്ചസാര ഉണ്ട്. പിന്നെ ഉപ്പും 1 കിലോ ആണ്. ഇനി പപ്പടം ഇല്ല. പപ്പടത്തിന് പകരം 1 കവറ് നെയ്യുടെ ഒരു പാക്കറ്റാണ് വെച്ചേക്കുന്നത്. അപ്പോൾ പപ്പടത്തിന് പകരം ആണ് നമ്മൾ ആദ്യം നെയ്യ് എടുത്തല്ലോ, ഒരു നെയ്യ്, രണ്ടാമത്തെ നെയ്യ്. പപ്പടം ഇല്ല, അതിന് പകരം ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു. 1 കവർ നെയ്യ് വെച്ചേക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണക്കിറ്റിൻ്റെ കണ്ടൻസ്. ഓണം സുഭിക്ഷമായിട്ട് ആഘോഷിക്കാനായി നമ്മുടെ സർക്കാർ എല്ലാവർക്കും നൽകുന്ന ഓണക്കിറ്റിൽ അടങ്ങിയിരിക്കുന്ന വിഭവങ്ങൾ ഇതൊക്കെയാണ്. പപ്പടത്തിന് പകരം ഒരു എക്സ്ട്രാ നെയ്യ്. ചിലർക്ക് പപ്പടമായിരിക്കും, ചിലർക്ക് നെയ്യായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു ഉത്സവകാലമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ഓണം അഗൈൻ. ഇനി പുതിയൊരു റെസിപ്പിയായി പുതിയൊരു വീഡിയോയിലൂടെ കാണും വരെ ഏവർക്കും ബൈ.